ഹായ്, എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വെജിറ്റബിൾ കട്ട്ലറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെജിറ്റബിൾ കട്ട്ലറ്റ് തയ്യാറാക്കാനായിട്ട് 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്കായിട്ട് ഞാൻ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ ഇതിലേക്കായിട്ട് ഒരു ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീൻസും ചേർക്കാവുന്നതാണ്. ഇതിലേക്കായിട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വെജിറ്റബിൾസ് ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 4-5 അല്ലി വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞെടുത്ത സവാള കൂടെ ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് അതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. വാടിയതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ബീട്രൂട്ടും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്കായിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില കൂടെ അരിഞ്ഞിട്ടിരിക്കുകയാണ്. അതോടൊപ്പം ഞാൻ അതിലേക്ക് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ബ്രെഡ് ക്രംസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് അല്പം എടുത്തിട്ട് ചെറിയ ഇങ്ങനെ ഉരുളകളാക്കിയിട്ടെടുക്കാം. ചെറിയ ഉരുളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ഉരുളകളാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂണ് മൈദയും ഉപ്പും ചേർത്ത് നന്നായിട്ട് കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഞാൻ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉരുളയാക്കി വെച്ചത് നമുക്കൊന്ന് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ മൈദ നല്ല കട്ടിയുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് അതിൽ മുക്കിയെടുത്താൽ മതി.
എല്ലാം ഇങ്ങനെ ഉരുളകളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ നേരത്ത് ഈ ഒരു ഉരുള കയ്യിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നമ്മളെ ഇഷ്ടത്തിനുള്ള ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഞാൻ റൗണ്ട് ഷേപ്പാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുക. മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചീനച്ചട്ടിയിൽ ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മറച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. മറച്ചിട്ടിട്ടും വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരിയെടുക്കാം. നമ്മുടെ വെജിറ്റബിൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.